എല്ലാവർക്കും നമ്മുടെ പുതിയൊരുടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഈ വേനൽക്കാലമൊക്കെ ആണല്ലോ, ചെടിയൊക്കെ പിടിപ്പിക്കാൻ പറ്റിയ നല്ല സമയമാണ്. അല്ലെങ്കിൽ പിടിപ്പിക്കാം, എന്നാലും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ എങ്ങനെയാണ് എൻ്റെ രീതിയിൽ ചെടി വെക്കുന്നതെന്നാണ് അമ്മ പറഞ്ഞു തന്നെ കേട്ടോ എനിക്ക്. അപ്പോഴത്തേക്ക് ഇത് ഞങ്ങൾ വെക്കാറുള്ള ഇങ്ങനെ രീതിയിലാണെന്ന് വെച്ചാൽ ഒത്തിരി മണ്ണ് വേണ്ട. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ചെയ്യണം എന്നാന്ന് വെച്ചാൽ കരിയിലെടുക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ തന്നെയാണെങ്കിലും കുറേ കരിയിലുണ്ട്, ഈ മരത്തിൽ നിന്നും ചെടിയിൽ നിന്നൊക്കെ വീഴുന്നതായിട്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഉണങ്ങിയതായിരിക്കുമല്ലോ, അതെടുത്ത് എവിടെയെങ്കിലും അടിച്ചടിച്ച് കൂട്ടി വെച്ച് അത് കുറേ ഉണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് അതിലോട്ട് ഇച്ചിരി നിറച്ചും കരിയിലിടും. അപ്പോൾ ആ ഒരു ചട്ടിയുടെ ആ ഒരു അളവിന് മൊത്തം കരിയിലിട്ടിട്ട് അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി മണ്ണും ഇട്ടിട്ട് അതിൻ്റെ പൊക്കത്ത് ചെടി വെക്കും. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നല്ല വളവും കിട്ടും. ഈ കരിയില അടിയിൽ കിടന്ന് ചീയുമല്ലോ, അപ്പോൾ നല്ല വളവും ആവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ കരിയില പിന്നെ മണ്ണായിട്ട് അങ്ങ് പൊക്കോളും. പിന്നെ ആ ഒരു കുഴപ്പം ഉണ്ടായില്ല. അപ്പം ഒത്തിരി വെയിറ്റും ഉണ്ടായില്ല ആ ചട്ടിക്ക്. അതാണ് അതിൻ്റെ പ്രത്യേകത. കാരണം മൊത്തം കരിയിലയാണല്ലോ, പിന്നെ ഇച്ചിരിയല്ലേ മണ്ണുള്ളൂ. അപ്പം ഇതിനകത്ത് നിൽക്കുന്ന ഈ ഇതൊക്കെ കരിയിലയാണ്. ഒത്തിരി വെയിറ്റ് ഇല്ല, കണ്ടോ, ഒത്തിരി വെയിറ്റ് ഇല്ല, എനിക്ക് പൊക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു എൻ്റെ ചെടിച്ചട്ടിയിൽ എന്ന് വെച്ചാൽ ഈ ചെറിയ ഇത് നമ്മൾ ടർട്ടിൽ വൈൻ പിടിപ്പിച്ചില്ലേ, അതേപോലത്തെ ഒരു സംഭവത്തിൽ നമ്മളിന്ന് ഈ ഒരു ചെടീനെ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ 3 ശിഖരമല്ല, നമ്മൾ ഇതിൽ വെച്ചപ്പോൾ ഒരു ശിഖരം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിളുത്ത് വന്ന കേട്ടോ ഇല്ലിന്ന്. അപ്പോൾ എന്തായാലും ഇതിനൊരു ചെറിയ ശിഖരം എടുത്ത് ഞാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിനെയാണ് തിരഞ്ഞെടുത്തത്. ഇതിൽ കുറേ ഇങ്ങനെയുള്ള കാരണം ഇതിൽ നിന്ന് വെട്ടിയാലും പിന്നെ അത് വൃത്തിക്ക് വരും. അപ്പോൾ അത് ഇച്ചിരി കൂടി വളരട്ടെ. ഇതെല്ലാം വലിയ വലിയ ശിഖരങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ഇതിൽ നിന്ന് ഇത് കണ്ടോ, ഈ ഒരു ശിഖരമാണ് ഞാൻ എടുക്കുന്നത്. ഇത് മുറിച്ചെടുക്കുക. ഇങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പോവും. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. കണ്ട, എൻ്റെ ഒരു തുരുമ്പിച്ച കത്രികയാണ് ഗൈസ്. കത്രികയൊക്കെ ആവശ്യമാണ്. അത് ഞാൻ ചെടി മുറിക്കാൻ എടുക്കുന്നതുകൊണ്ടാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ അടിയിലെ കുറച്ച് അങ്ങോട്ട് കുറച്ച് കളയാം. ഇപ്പോൾ ഇവിടെ ഒരു തണ്ടായിട്ടില്ലേ, അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് ഈ ചെടി കുഴിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ഇലക്കൊരു ഒരു പ്രത്യേകത. ഇങ്ങനെ നീണ്ടൊരു സംഭവം എന്താണെന്ന് എനിക്കറിയില്ല. ഇത് വളരാനുള്ളതാണോ എന്നറിയില്ല. എന്തായാലും നമ്മൾ ഇന്ന് ഈ ചെടി കുഴിച്ച് വെക്കാൻ പോകണത്. അതുകൊണ്ടാണ് ഞാൻ ഈ ചട്ടി എടുത്തത്. ഒത്തിരി വലുതെടുത്തിട്ട് കാര്യമില്ല. ഇതിൽ വെച്ച് കറക്റ്റായിരിക്കും. പിന്നെ വേറൊരു സംഭവം കാണിച്ചു തരാം. ഇത് ഈ ചെടി നോക്ക്, ഇത് കണ്ടോ, ഇതിനകത്ത് ഈ ചെടി കണ്ടോ, ഇങ്ങോട്ട് വാ. ഈ ചെടി വേര് പിടിപ്പിച്ചതാണ്, അത് പിടിക്കട്ടെ, ഇപ്പോൾ പറിച്ചെടുക്കണ്ട നമുക്ക്. എന്തായാലും ഞാൻ ഇതിനകത്ത് കരിയില നിറച്ചിട്ട് വരാം ഗൈസ്. നമ്മുടെ ചെടിച്ചട്ടിയുടെ അകത്ത് നമ്മൾ ഇത്രയും കരിയില എടുത്തിട്ടുണ്ട്. ഇത് അവിടെ നിന്ന് എടുത്തേട്ടോ ഞാൻ. പ്ലാവിൻ്റെ ഇലയും ഏതൊക്കെയൊക്കെ ഇലയുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ നിലത്ത് വെച്ചിടാം. ഇതിലോട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാമെന്ന്. ഇത്രത്തോളം മണ്ണിട്ടിട്ട് ഇതിനെ അങ്ങോട്ട് ഞെരിച്ച് കരിയിലേനെ ഉള്ളിലോട്ട് കയറ്റി വെക്കാം. മണ്ണിട്ടല്ലോ, ആ ഉള്ളിൽ പൊക്കോളാം, പിന്നെ അലുത്ത് പൊക്കോളാം, അവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഈ ഒരു ചെടിയുടെ കമ്പിനെ കുത്തി വെക്കാം. ശരി, ഇത് മാറ്റിയിട്ട് ഇങ്ങോട്ട് കുത്തി വെക്കണം. എന്നിട്ട് ഇവിടെ ഇച്ചിരി മണ്ണങ്ങ് വെച്ച് കൊടുത്തിട്ട് ഇത് നമ്മുടെ ചെടി ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ ശരിയായിക്കോളും. ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ഇത് വളർന്നു വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് വളരുമ്പോൾ ഇവിടെ കുത്തിയ പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇച്ചിരി വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് ഒന്ന് നേരെ ഇവിടെ ശരിയാക്കണം. ഇച്ചിരി ഹാട്ടും ഉണ്ട്, ഞാൻ വെച്ചതിൻ്റെ കുഴപ്പമാണ്. എന്തായാലും ഇങ്ങനെയാണ് ഞാൻ ഈ ചെടിയൊക്കെ വെച്ചത്. ഇത്രയൊന്നും ഇല്ലായിരുന്നു, ഈ ഒരു വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ബൈ.